മനസ്സിലാക്കി തന്ന, ഉപ്പയെ മനസ്സിലാക്കി തന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തി തന്ന മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തി തന്ന നമ്മൾ ഓരോ ഖുർആൻ എടുത്തുകൊണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുമ്പോൾ അത് കാണാതെ ഓതുന്നതാണെങ്കിലും കണ്ടോതുന്നതാണെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു അധ്യാപകന്റെ പ്രയത്നമുണ്ടായിരുന്നു, ഒരു മുഅല്ലിമിന്റെ വിയർപ്പുണ്ടായിരുന്നു. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഓതുന്നതായ നിസ്കാരത്തിലെ അദ്കാറുകൾ നമ്മളെ പഠിപ്പിച്ചതിൽ ഒക്കെ നമ്മളത് പഠിച്ച് ഇന്ന് നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ, നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ, അത്തഹിയ്യാത്ത് ഓതുമ്പോൾ, ഫാത്തിഹ ഓതുമ്പോൾ, സൂറത്ത് ഓതുമ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ ഒരു മുഅല്ലിമിന്റെ, ഒരു അധ്യാപകന്റെ പ്രയത്നം നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാ? ഇതൊരിക്കലും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. സംസ്ഥാനങ്ങളിലേക്ക് കടന്നു ചെന്നാൽ ഇസ്ലാം എന്തെന്നറിയാത്ത, ദീൻ എന്തെന്നറിയാത്ത, ഖുർആൻ ഓതാൻ കഴിയാത്ത, എത്രത്തോളം ദീനിലെ കുറിച്ച് തീരെ ഒരു വിധത്തിലുള്ള അറിവുമില്ലാത്ത ഒരു സമൂഹത്തെ നമുക്കൊക്കെ അവിടെ കാണാൻ കഴിയുമെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഒരു വിദ്യാഭ്യാസ ശൈലിയുണ്ട്, രീതിയുണ്ട്. ആ രീതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സമസ്ത എന്ന പണ്ഡിത സഭ കൊണ്ടുവന്നതാണ്. ഒരുപാട് പണ്ഡിതന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് എങ്ങനെയായിരിക്കണം ഈ സമുദായത്തെ സംസ്കരിച്ചെടുക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ഇവരിൽ ദീനീ വിജ്ഞാനം ഉണ്ടാക്കി കൊടുക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ഇവർക്ക് ദീനീ പരിജ്ഞാനം ഉണ്ടാകേണ്ടത്, എങ്ങനെയായിരിക്കണം ഇവർക്ക് ദീനീ ചൈതന്യം ഉണ്ടാകേണ്ടത്. അങ്ങനെ ആ രീതിയിൽ വിദ്യാഭ്യാസ ബോർഡ് സംവിധാനം ഉണ്ടാക്കി. ആ വിദ്യാഭ്യാസ ബോർഡിന്റെ സംവിധാനത്തിന്റെ കീഴിൽ ഇത്തരത്തിൽ മദ്രസകൾ നടത്തി അതിൽ കൂടെ മുഅല്ലിമീങ്ങളെ വെച്ചുകൊണ്ട് പഠിപ്പിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വന്നത്, ഒരു നാട്ടിൽ ചൈതന്യം ഉണ്ടാക്കിയെടുക്കാൻ ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ, ഒരു മുഅല്ലിം എന്ന് പറയുമ്പോൾ അവൻ കേവലം അവന് കിട്ടുന്ന ശമ്പളത്തിലേക്ക് മാത്രം നോക്കി ജോലി ചെയ്യുന്ന ആളല്ല. ഒരിക്കലും ഒരു അധ്യാപകൻ ശമ്പളം കിട്ടാത്തതിന്റെ പേരിൽ എവിടെയും സമരം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തെരുവിലിറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധ്യാപകരും തെരുവിലിറങ്ങുന്നത് കാണുന്നില്ല. പിന്നെയോ ഇതെന്റെ ഉത്തരവാദിത്തമാണെന്ന തിരിച്ചറിവോടുകൂടെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്, ഇത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പ്രവാചകൻ കാണിച്ചു തന്നതായൊരു മാതൃകയാണ്. പ്രവാചകന്റെ അനന്തരാവകാശി എന്ന രീതിയിൽ ഞാൻ ഇതെന്റെ ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ മുഅല്ലിമും ഏത് മദ്രസയിലും സേവനം ചെയ്യുന്നത്. കാരണം തർബിയത്ത് കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ പരിചയപ്പെടുത്തിയതുപോലെ യുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുന്ന ഒരു വിഭാഗമാണ് മുഅല്ലിമീങ്ങൾ എന്ന് പറയുന്നത്. ആ തിരിച്ചറിവ് നമുക്കും ഉണ്ടാകേണ്ടതുണ്ട്. ആ മുഅല്ലിമീങ്ങളായ ഒരുപാട് കഷ്ടപ്പെട്ട ഉസ്താദുമാരുടെ കീഴിൽ പഠിച്ചവരും വളർന്നവരുമാണ് നമ്മൾ. നമ്മളുടെ മനസ്സുകളിലേക്ക് ചില ഉസ്താദുമാരിപ്പോൾ കടന്നു വരുന്നുണ്ടല്ലോ. നിഷ്കളങ്കരായ മുഖമുള്ള വെള്ള വസ്ത്രങ്ങൾ ധരിച്ച ഉസ്താദുമാർ ഇന്നും നമ്മൾ ഓർക്കുകയാണ്. നമ്മൾ ഓർത്തു വെക്കുന്നത് അവര് നമുക്ക് ചെയ്തു തന്നതായ, നമുക്ക് ചെയ്തു തന്നതായ സേവനം ഏറ്റവും വലുതാണ്. ഈ ദീനിനെ നമുക്ക് പഠിപ്പിച്ചു തന്നത് അവരാണ്. അതുകൊണ്ട് അത്തരം മുഅല്ലിമീങ്ങളെ ഏത് വിധേനയും ഏത് മേഖലകളിലും അവരെ നമുക്ക് ചേർത്ത് നിർത്താനും ചേർത്ത് പിടിക്കാനും കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിനുവേണ്ടിയാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഓരോ കൊല്ലവും മുഅല്ലിം ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി അധ്യാപക ദിനം സാധാരണ നടത്താറുണ്ട്. മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരു ദിവസം നിശ്ചയിച്ചുകൊണ്ട് മുൻകഴിഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു പോയ ഒരുപാട് ഉസ്താദുമാരുണ്ട്. അതിൽ മരണപ്പെട്ടു പോയവരുണ്ട്, ഇന്നും ജീവിച്ചിരിക്കുന്നവരുണ്ട്. ആ ജീവിച്ചിരിക്കുന്നവരിൽ തന്നെ വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അവരെക്കൊന്ന് ഓർക്കുവാനും അവരെക്കൊന്ന് സ്മരിക്കുവാനും അതിനുള്ളൊരു അവസരം സമസ്ത ഒരുക്കി തരികയാണ്. അത്തരത്തിൽ ഉള്ള സാഹചര്യങ്ങളും അത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ സ്മരിക്കുവാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യുവാനും നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.